ആരാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത്? ഭയങ്കര എരിവല്ലടി. സൺഡേ ഞാൻ മിക്കവാറും എന്റെ വീട്ടിലെ പോവാറ്. ബട്ട് ഇന്ന് അമ്മമ്മയുടെ വീട്ടിൽ പോവാ. അവിടുത്തെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നെക്കാളും ഇൻട്രസ്റ്റ് ആണ് പീലിക്കുട്ടിക്ക് ചെറുകര പോവാന്ന് പറഞ്ഞാല്. ദിച്ചു വരുന്നില്ല, അതിന്റെ ഒരു പൊലിവും കൂടെ ഉണ്ട്. ദിച്ചുവിനാണെന്നുണ്ടെങ്കിൽ ഇന്ന് സൺഡേ ആണ്, കളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിക്കാനും പോയില്ല. അങ്ങനെ ചെറുകര എത്തി. അവിടെ എത്തിയപ്പോ ഇതാണ് കേട്ടോ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. തെങ്ങൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ്. എനിക്കിത് ഇഷ്ടമാണ്. ഈ അടുത്ത് ഞങ്ങളെ വീട് പണിക്ക് തെങ്ങ് മുറിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ തിങ്ങാൻ പറ്റുന്നുള്ളത്. ഈ രണ്ട് പെണ്ണുങ്ങളും കൂടെ എന്റെ കുട്ടിയുടെ രണ്ട് കൈയും പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. പീലിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഇത് കയ്യും മട്ടപ്പോഴേക്കും ആകെ പൊലിവായിട്ടുണ്ട്. ആള് നിലത്തൊന്നല്ല. എനിക്കിവിടെ ഭയങ്കര കോമ്പറ്റീഷൻ ആണ് ഗൈസ്. കുറെ വ്ളോഗർമാരുണ്ട് ഇവിടെ. അതെ, ഞാൻ മൂടി വെക്കുകയാണ്. അങ്ങനെ എന്റെ മേമയുടെ കഴിവ് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ചു, പീലിക്ക് കൊടുത്തു, ഞാൻ കഴിച്ചു. അങ്ങനെ എല്ലാവരും കഴിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറെ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ എപ്പോഴും ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഉറങ്ങി നീറ്റപ്പോഴാണ് അവിടെ ചിക്കൊക്കെ എന്തോ കഴിക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. നോക്കിയപ്പോ അത് സുഖിയനായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. ബെഡിലിരുന്ന് കഴിച്ചാൽ ഉറുമ്പ് വരുന്നു പറഞ്ഞുകൊണ്ട് അവിടുന്ന് നീറ്റ് പുറത്തേക്ക് പോയപ്പോഴാണ് സുഖിയൻ കൊണ്ടുവന്നത് മാമയാണെന്ന് മനസ്സിലായത്. പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ മാമയുടെ മടിയിൽ കയറിയിരുന്നു. അവൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു പരിചയപ്പെടില്ല. ബാക്കി തീറ്റ സിറ്റ് ഔട്ട് ഇരുന്നിട്ട്. ഈ സൺഡേ പെട്ടെന്ന് തീർന്നു കേസ്. സമയം പോയതെന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രസമായിരുന്നു. എല്ലാരും കൂടി കൂടുമ്പോ അല്ലെങ്കിലും നല്ല വൈബാണ്. മറ്റേത് എന്റെ സൺഡേസ് ഒക്കെ ഭയങ്കര ഷോക്കാണ്. എന്തായാലും അടുത്ത മഴ വരുമ്പോഴേക്കും വീടെത്തണം എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് വേറൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കാൻ പോയ നേരത്ത് മഴ പെയ്തു. അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്.